കുണിക്ക് തലകറങ്ങി വീണു. വേഗം പോയി അവളെ എടുക്കാം. കുണിക്ക് തൊട്ട് പോകരുത്. അയ്യോ, നീ ആരാ? ഞാനാ മിന്നു. അയ്യോ അമ്മേ. നീ എന്തിനാ? നിനക്കെന്തിനാ ഞങ്ങളുടെ മോള് കുണിക്കേ? ഇത് നിങ്ങളുടെ മോളല്ല, ഇവൾ എന്റെയാ. ഞാൻ കൊണ്ടുപോവാ. നിനക്കെന്തിനാ എന്റെ കുണിക്ക് മോളെ? അവള് പാവ, അവളെ ഞങ്ങൾ കൊണ്ടുപോക്കോട്ടെ. അവളെ എനിക്ക് എടുക്കണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. ഒരു അടി വെക്കില്ല നിങ്ങൾ ഇവിടെന്ന്. എനിക്കും ഉണ്ടായിരുന്ന ഒരു അച്ഛനും അമ്മയും. ഞാൻ ഈ ടെറസിൽ നിന്ന് വീണ് മരിച്ചതാ. അതുപോലെ എല്ലാ കുട്ടികളെയും ഞാൻ കൊല്ലും. ഒരു കുട്ടിയെയും അച്ഛനും അമ്മയും സ്നേഹിക്കണ്ട. എനിക്ക് കിട്ടാത്ത സ്നേഹം ഈ ലോകത്ത് ഒരു കുട്ടികൾക്കും വേണ്ട. എല്ലാരെയും ഞാൻ കൊല്ലും. ഈ നിങ്ങളുടെ കുണിക്കിനെ ഞാൻ കൊല്ലും. ഒറ്റ എണ്ണ എന്റെ അടുത്തേക്ക് വരരുത്. വന്നാ ഇവളെ ഞാൻ ടെറസിൽ താഴെ ഇടും. കുണിക്കുമോള് മിണ്ടിപ്പോകരുത്. ഇവളെ ഞാൻ കൊല്ലും. അടുത്തേക്ക് വന്ന ഇപ്പൊ ഇടും ഞാൻ താഴെ. എന്റെ മോളെ നീ ഒന്നും ചെയ്യല്ലേ. ഇതാ ഞാൻ പറഞ്ഞ പർപ്പിളില്ല. ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർ ഓടിപ്പോയപ്പോഴേ എനിക്ക് തോന്നി. കേട്ടോ, അവരുടെ കരച്ചിൽ മുകളിൽ നിന്ന് കേൾക്കാം. എത്രയും വേഗം അവിടെ എത്തണം. ഫാദർ വരൂ. മിന്നു, താങ്കൾ ആരാണ്? എന്റെ മകളെ രക്ഷിക്കാൻ സഹായിക്കണം. ഇവളെ ടെറസിന് താഴെ ഇടാൻ പോവാ. അവളോട് പറ. അടുത്തേക്കാരും വരരുത്. മിന്നു, നിനക്കെതിരാണ് ഈ കുട്ടിയുടെ ജീവൻ. പല തവണ ഞാൻ നിനക്ക് വാണിംഗ് തന്നു. നീ പിന്നെയും കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യാൻ എന്തിനിങ്ങനെ വരുന്നു? എന്നോടൊന്നും ചോദിക്കണ്ട. ഞാൻ ടെറസിന്ന് വീണ പോലെ എല്ലാ കുഞ്ഞുങ്ങളും വീഴണം. അതിന് ഈ കുഞ്ഞ് നിന്നെ എന്ത് ചെയ്തു? നീ തനിയല്ലേ ടെറസിന്ന് വീണത്. അതിന് നീ മറ്റു കുഞ്ഞുങ്ങൾ ഇവിടെ വരുമ്പോ ദ്രോഹിക്കുന്നത് എന്തിനാ? എനിക്കിവളെ വേണം. ഞാൻ ഇവളെ കൊണ്ടുപോകുവാ. ആ കുട്ടിയെ തന്നിട്ട് ദൂരെ പോ മിന്നു. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കുട്ടികൾക്ക് ഒന്നുമില്ല. മിന്നുന്റെ ശല്യം എന്തായാലും പോയി. നിങ്ങൾ ഈ കുട്ടിയെയും കൊണ്ട് ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകൂ. എന്നിട്ട് എത്രയും വേഗം നിങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങൂ. അയ്യോ ഫാദർ, എന്റെ കുഞ്ഞിന്റെ ബോധം പോയത് എന്താ? ഒന്നും പേടിക്കണ്ട. പെട്ടെന്നുണ്ടായതിൽ സംഭവിച്ചതാണ്. കുട്ടി എത്രയും വേഗം ഹോസ്പിറ്റലിലാക്കൂ. നിങ്ങളുടെ നാട്ടിൽ പോകൂ. ധൈര്യമായിട്ട് പോകൂ. കുണിക്കും ഇപ്പോഴും ഉറക്കാണോ? നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഇരിക്കണേ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, കുണിക്കുമോൾക്ക് ഈ കാര്യമൊന്നും ഓർമ്മ കാണില്ല. നമ്മളിപ്പോ എത്രയും വേഗം വീട്ടിലേക്ക് പോകുക. നിങ്ങൾ ഒരിക്കലും അവളോട് ഇതേപ്പറ്റി ചോദിക്കരുത്. എന്നാലും ഞങ്ങൾക്ക് പേടിയാ അച്ഛാ. കുണിക്കുമോളെ ഞങ്ങൾക്ക് പേടിയാ. അവളുടെ കണ്ണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കണ്ണിന് ഇനിയും ചോര വരുമോ അച്ഛാ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മക്കളെ. ദേ നോക്കിയേ, അവൾ ഇവിടെ കിടന്ന് ഉറങ്ങുക. പാവം എന്റെ മോള്. എന്റെ ദൈവമേ, ഞാൻ എന്തോരം പേടിച്ചു. അങ്ങനെ ഇനി ഒരിക്കലും ഉണ്ടാവില്ല. എന്തായാലും സംഭവിച്ച കാര്യം സംഭവിച്ചു. വീട്ടിൽ വന്ന അമ്മൂമ്മേനോടും അപ്പൂപ്പനോടൊന്നും പറയണ്ട. എല്ലാരും ഒത്തിരി വിഷമിക്കും. എന്നാലും നാട്ടിൽ നമുക്ക് ഒരു തവണ കൂടി ഇവിടെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം. അതൊക്കെ കൂടുതൽ പ്രശ്നമാകും. അപ്പൊ കുണിക്ക് മനസ്സിലാവില്ല എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇപ്പൊ അവൾ അതെല്ലാം മറന്നു വന്നിരിക്കുക. ഇനി അവളെ ഓർപ്പിക്കുന്ന ഒന്നും വേണ്ട. ഉറപ്പാണോ അച്ഛാ? ഇനി മിന്നു വരില്ലേ? ഇല്ല മക്കളെ, മിന്നു വരില്ല. വന്നാ തന്നെ ഈ അച്ഛനും അമ്മയില്ലേ കൂടെ. ആഹാ, എന്റെ കുണിക്കുമോൾ ഉണർന്നോ? നമ്മളൊരു വലിയ കടയിലേക്ക് പോകുക. അവിടെ കുണിക്കുമോൾക്ക് ഇഷ്ടമുള്ള ഒത്തിരി പാവകളും ടോയ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് മേടിക്കണ്ടേ?